താരതമ്യേന ഒരു ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് ധന്യമീ ദിനത്തിൽ പറയുന്നത്. ചിലപ്പോൾ കഥകൾ പറയാറുണ്ട്, തമാശ മാത്രം പറയാറുണ്ട്. പക്ഷെ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന്. വിഷ്ണുവിന്റെ അവതാരങ്ങൾ നാളെ എന്ന പ്രയോഗം ഒരിക്കലും പറയാത്തൊരു അവതാരമുണ്ട്. നമ്മുടെ ദേവതകൾ തന്നെ നാളെ എന്ന് പറയുന്നതാണ്. എന്റെ ഉപാസനാമൂർത്തിയെ ഞാൻ കാണാൻ ചൊല്ലുമ്പോൾ ഇതൊക്കെ സാങ്കല്പികാണല്ലോ, യുക്തി നിരക്കാത്ത പറയരുത്. ഇപ്പൊ ഇങ്ങനെയൊക്കെയല്ലേ, നാളെ ഒക്കെ ശരിയാവും പറയില്ലേ? രോഗം വന്നവരോട് നമ്മൾ പറയില്ലേ, നാളെ ഒക്കെ ശരിയാവും കേട്ടോ. നാളെ എന്ന് പറയാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? വിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഒക്കെ നാളെ എന്ന് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു അവതാരം ഒഴിച്ച് രാമൻ നാളെ എന്ന് പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ബലരാമൻ പറഞ്ഞിട്ടുണ്ട്, പരശുരാമൻ പറഞ്ഞിട്ടുണ്ട്, വാമനം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒരിക്കലും നാളെ എന്ന് പറയാതെ ഡിക്ഷണറി നാളെ കളയാൻ പറ്റുമോ? ഈ അവതാരം ആരാണ് നമ്മൾ ആലോചിക്കുന്നത് ഗുണം ചെയ്യും. നരസിംഹമാണ് ആ അവതാരം. നരസിംഹത്തിന്റെ ഹലോബിലം എന്ന സ്ഥലത്ത് ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. അവിടെയുള്ള ഒരു ക്ഷേത്രമാണ് സൗമ്യ നരസിംഹം. ഇതുവരെ നമ്മൾ കേട്ടിരിക്കുന്ന നരസിംഹം എന്ന് പറഞ്ഞാൽ എന്തോ അബദ്ധമാണ്. പ്രതിമ വെക്കരുത്, ഫോട്ടോ വെക്കരുത്. നരസിംഹമൂർത്തിയെ പറ്റിയിട്ട് നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പെട്ടെന്ന് ക്ഷോഭിക്കും, കുടൽമാല വലിച്ചു കീറും. ശോഭം എന്ന് പറഞ്ഞാൽ എന്താ? ശരി, പെട്ടെന്ന് ക്ഷോഭിക്കുന്ന ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞു. ശോഭം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അറ്റ് പ്രസന്റ് ഇപ്പൊ തന്നെ കൂടുതൽ ഇങ്ങോട്ട് ഒന്നും പറയണ്ട, അത് ചെയ്യേ, ഇതല്ലേ ശോഭം. ശോഭിക്കുന്നവർക്ക് നാളെ ഉണ്ടോ? ഈ ഇപ്പൊ പറഞ്ഞു കേൾക്കണം, അല്ലെങ്കിൽ അടി കിട്ടും. വളരെ പെട്ടെന്ന് സ്പീഡിൽ എന്നുള്ള അർത്ഥമാണ് അവിടെ ക്ഷോഭം. യഥാർത്ഥ ക്ഷോഭം അതാണ്. 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തു തരാം, പോയി പണിയാക്കാൻ പറയും. അത് ചെയ്തിട്ടേ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. ഈ അർത്ഥമാണ്. അതിൽ സൗമ്യ നരസിംഹം എന്ന് പറയുമ്പോൾ ആ നരസിംഹത്തിന്റെ ഭാവത്തെ കുറിച്ച് അറിയണം. സൗമ്യത അതിൽ ഉണ്ട്. ഒരു കുട്ടി അമ്മയെ എങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെടുത്തുന്നത്. കുട്ടിയോടുള്ള വാശി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് പറ്റില്ല, ഇത് പറ്റില്ല. ഇത് മുഴുവൻ അമ്മ ക്ഷമിക്കണം. അത് കഴിഞ്ഞിട്ട് കുട്ടി പറയുകയാണ്, എനിക്ക് ഇപ്പൊ കിട്ടണം ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ആവണമെങ്കിൽ 10 മിനിറ്റ് താമസമുണ്ട്. അമ്മയുടെ 10 മിനിറ്റ് അല്ല കുട്ടിയുടെ 10 മിനിറ്റ്. ഓനാകെ 2 വയസ്സേ ഉള്ളൂ പ്രായം. അമ്മയ്ക്ക് എത്രയോ പ്രായം ഇതിനേക്കാൾ കൂടുതലാവുമ്പോൾ അവന്റെ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ആ വ്യത്യാസം ആലോചിക്കണം. സിനിമ OTT വരും എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ സമ്മതിക്കും. അത് എന്നത്തെ കാലത്ത്, ഏത് കാലത്താ വരിക?
അത് പറഞ്ഞ ശരി, അവരുടെ പ്രായം വെച്ച് നോക്കിയാൽ ഒരാഴ്ച എന്നുള്ളത് പോലും അവർക്ക് വലിയ സുദീർഘമായ ഒരു കാലയളവായിട്ട് തോന്നുക. ചപ്പാത്തി പാടില്ല, പിട്ട് പാടില്ല, ദോശ പാടില്ല. കുട്ടി പറയാം എനിക്ക് ഇപ്പൊ കിട്ടണം. ഇതാണ് നരസിംഹത്തോടും പറഞ്ഞത്. എന്നെ കൊന്നോ, പകൽ കൊല്ലാൻ പാടില്ല, രാത്രി കൊല്ലാൻ പാടില്ല, മുറ്റത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, വീടിന്റെ അകത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, എന്റെ കൈകൊണ്ട് അവസാനം വേണം, കുട്ടിയെ രക്ഷിക്കും വേണം. ആ പ്രഹ്ലാദന്റെ മുമ്പിൽ സൗമ്യ നരസിംഹമായിരുന്നു. അപ്പുറത്ത് സൗമ്യമല്ല. അവിടുത്തെ ക്ഷോഭം തുടങ്ങും. നരസിംഹത്തിന് ക്ഷോഭം എന്ത്? വിഷ്ണുവിന് സൗമ്യതയില്ല, ക്ഷോഭവുമില്ല. ഇതൊക്കെ കവിതാത്മകമാണ്. ചില ആശയം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ പറയുന്നതാണ്. ഒരു ആശയം ജീവിതത്തിൽ വ്യക്തമാക്കണമെങ്കിൽ കഥ പറയാതെ പറ്റുമോ? അപ്പൊ ആ ഭാവമാണ് സൗമ്യ നരസിംഹം. ആ അമ്മ വളരെ പെട്ടെന്ന് പണിയെടുത്തിട്ട് ക്ഷുഭിതയായിരുന്നാ തിന്നോ എന്ന് പറഞ്ഞു കൊടുത്തു. അതേ അമ്മയുടെ അകത്ത് സൗമ്യഭാവമുണ്ട്, കുട്ടിയോടുള്ള സ്നേഹം. ഇതാണ് ഈ നരസിംഹത്തിന്റെ ഫീമെയിലാണ് ദേവതകളെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഫീമെയിലാണ് പ്രത്യങ്കര. പ്രത്യങ്കര ഉപാസന ചെയ്യുന്നവർ ഉണ്ട്. ഞാൻ പ്രത്യങ്കരയുടെ ഉപാസകൻ അല്ല. അതിനുള്ള ഒരു പാണ്ഡിത്യമോ കഴിവോ മിടുക്കോ എനിക്ക് ഇല്ല. അത് ഏതുപോലെ വെച്ചാൽ ബൈക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് 5 കിലോമീറ്റർ നീങ്ങുന്ന ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഉദാഹരണമാണ്. ബൈക്ക് കയറി സ്റ്റാർട്ട് ചെയ്യാൻ സ്വിച്ച് അമർത്തുമ്പോഴേക്ക് 5 കിലോമീറ്റർ പോയി, പിന്നീട് ഉടനെ പിന്നെ 10 കിലോമീറ്റർ പോയി. മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പ്രത്യങ്കര എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ തൂണില് ഉണ്ടോ എന്നെ തൂണിലുണ്ടോ എന്നെ നാരായണൻ എന്ന് ചോദ്യം. ഉണ്ട് എന്ന് മറുപടി. ആ തൂണിൽ നിന്ന് 4 കൊല്ലം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നാൽ മതിയോ? മനുഷ്യനാവരുത്, മൃഗമാകരുത്, ആകാശത്ത് വെച്ച് കൊല്ലരുത്, താഴെ വെച്ച് കൊല്ലരുത്. ആ തൂണിലുണ്ട്. എന്നാ വെട്ട് എന്ന് പറഞ്ഞ് വെട്ടപ്പോഴും ചാടിയില്ലേ? ഇതൊന്നും അല്ലാത്തൊരു രൂപം. അതാണ് ആ ദേവത നരസിംഹം. പ്രത്യങ്കരുടെ ഉപാസനയുടെ മന്ത്രം തന്നെ 2 അക്ഷരമേ ഉള്ളൂ. അറിയുന്നവർക്ക് ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവും. വെറും 2 അക്ഷരം. ആ 2 അക്ഷരത്തോടു കൂടി പ്രത്യങ്കര എന്ന് ചേർക്കുമ്പോൾ @ പ്രത്യങ്കര ഇവിടെ വരും. തഥാസ്തു ദേവതയും അങ്ങനെയാണ്. വളരെ വലിയൊരു പണ്ഡിതൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഒരിക്കലും പറഞ്ഞു തഥാസ്തു എന്നൊരു ദേവത ഉണ്ട് എന്ന്. ഞാൻ പറഞ്ഞു ഉണ്ട്, തഥാസ്തു എന്നൊരു ദേവത ഉണ്ട്. ആ ദേവത നമ്മുടെ ചുറ്റും പലപ്പോഴും അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാവുകൊണ്ടൊരു കാര്യം പറയുമ്പോഴേക്കും തഥാസ്തു. വളരെ കുപിതനായിട്ടുള്ള നരസിംഹം എന്ന് ആശയത്തെ വ്യക്തമാക്കാൻ പറയാണ്. സൗമ്യ നരസിംഹം എന്ന് പറയുന്നതും ആശയത്തെ വ്യക്തമാക്കാൻ പറയാം. വിഷ്ണുവിന് ഇങ്ങനെയൊന്നുമില്ല. പ്രഭാഷണം തുടങ്ങി തന്നെ നാളെ എന്ന് പറയാത്ത ഒരു അവതാരമാണ്. അതൊക്കെ ഒരു ചില കവിതാത്മകവും നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കഥകളും ആശയങ്ങളുമാണ്. ചിന്തയ്ക്ക് ഇട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.